പെട്ടെന്ന് സാക്ഷാൽ ഭഗവാൻ ശിവൻ നന്ദിയുടെ പുറത്തു കയറി ഉഗ്രരൂപത്തിൽ യുദ്ധഭൂമിയിലെത്തി. തന്റെ പിനാക്കമെന്ന വില്ലിൽ പിശാച, രാക്ഷസ, രൗദ്ര, അങ്കിര എന്ന മാരകമായ ബാണങ്ങൾ ശ്രീകൃഷ്ണന് നേർക്ക് തൊടുത്തുവിട്ടു. അതിനെ പ്രതിരോധിക്കാൻ ശ്രീകൃഷ്ണൻ പല ശക്തിയേറിയ അസ്ത്രങ്ങളും ഉപയോഗിച്ചു. അവസാനം തന്റെ സുദർശന ചക്രം ശിവന് നേർക്ക് തൊടുത്തുവിട്ടെങ്കിലും ശിവൻ തന്റെ പാശുപതാസ്ത്രം ഉപയോഗിച്ച് അതിനെ നിർവീര്യമാക്കി. ഈ സമയം ശ്രീകൃഷ്ണന് മനസ്സിലായി ഭഗവാൻ ശിവൻ സ്വന്തം ഇഷ്ടപ്രകാരമല്ല, മറിച്ച് ബാണാസുരന്റെ രാജ്യത്തെ സംരക്ഷിക്കാൻ വേണ്ടിയാണ് പോരാടുന്നത്. ഹരിവംശ പുരാണം അനുസരിച്ച് അപ്പോൾ ശ്രീകൃഷ്ണൻ അദ്ദേഹത്തിന്റെ ലീലയാൽ മഹാദേവനെ ഉറക്കത്തിലാക്കി. ഇത് കണ്ട് ബാണാസുരൻ ശ്രീകൃഷ്ണനുമായി കഠിനമായ യുദ്ധം തുടങ്ങി. ബാണാസുരൻ തന്റെ 1000 കൈകൾ കൊണ്ട് ശ്രീകൃഷ്ണന് നേർക്ക് അസ്ത്രങ്ങൾ വർഷിച്ചു. പക്ഷേ ശ്രീകൃഷ്ണൻ അവയെല്ലാം നിഷ്പ്രഭമാക്കി. അവസാനം ശ്രീകൃഷ്ണൻ സുദർശന ചക്രം ഉപയോഗിച്ച് ബാണാസുരന്റെ 4 കൈകൾ ഒഴികെ ബാക്കി എല്ലാ കൈകളും മുറിച്ചു മാറ്റി. എന്നിട്ടും അവന്റെ അഹങ്കാരം തീർന്നിരുന്നില്ല. ബാണാസുരന്റെ തലയെറുക്കാൻ സുദർശന ചക്രം ഉപയോഗിച്ചപ്പോൾ ഉറക്കമുണർന്ന ഭഗവാൻ ശിവൻ അതിനെ തടഞ്ഞു നിർത്തി. ബാണാസുരന് മാപ്പ് നൽകണമെന്ന് അദ്ദേഹം ഭഗവാൻ ശ്രീകൃഷ്ണനോട് പറഞ്ഞു. അങ്ങനെ ഭഗവാൻ ശിവനും ശ്രീകൃഷ്ണനും പരസ്പരം സംസാരിച്ച് യുദ്ധം അവസാനിപ്പിക്കുകയും ചെയ്തു. ഭഗവാൻ ശ്രീകൃഷ്ണൻ മഹാദേവനെ ആദരവോടെ നമസ്കരിച്ചു. ബാണാസുരനും അനിരുദ്ധനെ തടവിൽ നിന്ന് വിട്ടയക്കുകയും തന്റെ മകളെ അനിരുദ്ധന് വിവാഹം ചെയ്തു കൊടുക്കാമെന്ന് സമ്മതിക്കുകയും ചെയ്തു. അങ്ങനെ ബാണാസുരന്റെ അഹങ്കാരം ഇല്ലാതായി. ശിവജ്വരത്തിന്റെ ഫലമായി അബോധാവസ്ഥയിലായിരുന്ന പ്രദ്യുമ്നനും ബലരാമനെയും ശ്രീകൃഷ്ണൻ ചില മന്ത്രങ്ങൾ ഉരുവിട്ട് ഉണർത്തി. അവരെയും കൂട്ടി ശ്രീകൃഷ്ണൻ ദ്വാരകയിലേക്ക് മടങ്ങി. ഈ യുദ്ധത്തിൽ ആരും തോറ്റതുമില്ല, ആരും ജയിച്ചതുമില്ല, മറിച്ച് ധർമ്മം അധർമ്മത്തിനുമേൽ വിജയം നേടി. ബാണാസുരന്റെ അഹങ്കാരം നശിപ്പിക്കേണ്ടത് അത്യാവശ്യമായിരുന്നു. മഹാദേവനും നാരായണനും പരസ്പരം ഒരിക്കലും വേർതിരിച്ച് കാണുന്നില്ല. രണ്ടുപേരും പരസ്പരം തങ്ങളുടെ ആരാധകരായി കണക്കാക്കുന്നു. മഹാഭാരതത്തിലെ ദ്രോണപർവ്വത്തിലും ഭീഷ്മപർവ്വത്തിലുമെല്ലാം ഈ 2 ദേവന്മാരും തങ്ങൾ ഒന്നാണെന്ന് പലതവണ പറഞ്ഞിട്ടുണ്ട്. മഹാഭാരതത്തിൽ ശ്രീകൃഷ്ണനും ശിവനും തമ്മിലുള്ള ബന്ധം ഒരു ഭക്തനും ദൈവവും തമ്മിലുള്ള ബന്ധം പോലെയാണെന്ന് ശ്രീകൃഷ്ണൻ തന്നെ പറയുന്നു. ശിവൻ അനശ്വരനും സർവശക്തനുമാണ്. ഈ മഹാകാവ്യത്തിൽ ഭഗവാൻ ശിവനും മഹാവിഷ്ണുവിന്റെ അവതാരമായ ശ്രീകൃഷ്ണനെ പലപ്പോഴും പ്രശംസിക്കുകയും ചെയ്യുന്നു. ഭഗവാൻ ശ്രീകൃഷ്ണന്റെയും മഹാദേവന്റെയും യുദ്ധത്തെക്കുറിച്ചുള്ള ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. ഹർ ഹർ മഹാദേവ്. ഓം നമോ ഭഗവതേ വാസുദേവായ. രാധേ രാധേ.